ഇവിടെ പക്ഷിപ്പനി ഇവിടെ ഇഷ്ടം പോലെ. ഈ പെറ്റ് ഷോപ്പിന്റെ ഓണർ ആരാ? ബെഡ് ഷോപ്പോ? ഈ പെറ്റ് ഷോപ്പിന്റെ ഓണർ ആരാ? അത് ഞാനാ സാർ. ആണോ? അതിവിടെ പക്ഷിപ്പനി ഉണ്ടെന്ന് അറിഞ്ഞു വന്നാണ് ഞാൻ. പക്ഷിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പക്ഷിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവിനെ കൊണ്ടാകുന്ന ഒരു രോഗമില്ലേ, അതാണ്. താറാവിനൊക്കെ പിന്നെ പക്ഷിപ്പനി ഉണ്ടാവും. രാവിലെ പോലെ വെള്ളത്തിൽ കളിയല്ലേ, വൈകുന്നേരം തല തോർത്താതെ വരും. അങ്ങനെ പക്ഷിപ്പനി ഉണ്ടാവും. ഇവിടെ പക്ഷിപ്പനി ഉണ്ട്. പക്ഷിപ്പനി ഉണ്ടായിരുന്നു. ഇവിടെ ടർക്കി കോഴിയല്ലേ അല്ലേ? അപ്പൊ അതിന് പക്ഷിപ്പനി ഉണ്ട്. അതെങ്ങനെ ഉണ്ടാവും? അത് ടർക്കി ഉണ്ടല്ലോ, തല ഓർത്താം. പിന്നെ പനി ഉണ്ടാകത്തില്ല. കാര്യം പറയാം. ഇയാളവിടെ വന്ന് പരാതി തന്നിട്ടുണ്ട്, ഇവിടുത്തെ പക്ഷികൾക്കൊക്കെ പനി ഉണ്ടെന്ന്. പറയുന്നത് കേക്ക്. പനി ഉണ്ടെങ്കിൽ ആ നിമിഷം എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ കത്തിച്ചിരിക്കും. ഇതാരെന്നറിയോ? ഇല്ല. ഡോക്ടർ കുൽക്കർണി. പുള്ളി എന്താ ഈ വർക്ക്ഷോപ്പിൽ വന്നെന്നറിയോ? വർക്ക്ഷോപ്പ് അല്ലെന്ന്, പെറ്റ് ഷോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ വന്നറിയാവോ? എന്തിനാ? അതായത് അസുഖം ബാധിച്ച എല്ലാ പക്ഷികളും ചുട്ടുകൊല്ലാൻ വേണ്ടിയാണ് അമേരിക്കൻ ഈ സാർ നേരിട്ട് ഇപ്പം കൊണ്ടുവന്നത്. അത് ശരി. ഈ പനിയുള്ള പക്ഷിക്ക് ഗുളിക കൊടുത്താൽ തീരാവുന്ന കേസല്ലേ ഉള്ളൂ. തുടർന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ചുട്ടു വെക്കുകയല്ലായിരുന്നു. അത് ശരി, നമുക്ക് അതെ, പക്ഷിപ്പനി ഉണ്ട്, ചുട്ടിരിക്കും. അത് ഞങ്ങളുടെ നിയമമാണ്. എവിടെയാ പക്ഷി? എവിടെയാ? അങ്ങനെ സംഭവമില്ല. നിന്റെ ആളോ അവരെ കൊല്ലു ഞാൻ. അത് നശിപ്പിക്കുക എന്റെ പട്ടികളെ, പട്ടീനെയൊക്കെ ചുട്ടു തിന്നു. അയ്യോ എന്റെ ചേട്ടാ, നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും? എന്തോരം കഷ്ടപ്പെടും. നീ വളർത്തണേ അവനെ. നീ വളർത്ത അവനെ. ഞാൻ കൊല്ലും. എന്നെ സാറേ ചുട്ടില്ലേ? ചുട്ടില്ല, ചുടേണ്ടി വന്നില്ല. ഇവിടുത്തെ പക്ഷികൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഇവിടുത്തെ പക്ഷികൾക്ക് പനിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവൻ ഇവിടെ വരെ വിളിച്ചോട്ട് വന്ന് ഞങ്ങളുടെ സമയം വരെ കെടുത്തി. ഇവനെ ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ പോകും. സാർ ഒരു മിനിറ്റ്, അളിയോട് കാര്യം പറയട്ടെ. യാത്ര ചോദിക്കട്ടെ. അളിയ എന്നെ രക്ഷിക്കളിയ.